അതെ. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ 20-ാം തീയതി ഒരു ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് 40-ലേറെ ആളുകളാണ് പങ്കെടുത്തത്. ആശങ്കയുണ്ടായിരുന്നു, ഈ ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചപ്പോൾ പലരും ചോദിച്ചു. അപ്പൊ എനിക്ക് വളരെ പണ്ട് മുതലേ സജു സാറിലൊരു വിശ്വാസമുണ്ട്. 10-15 കൊല്ലം 20 കൊല്ലമൊക്കെ ആയി നമ്മളെ പരിചയം. അപ്പൊ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഉറപ്പ് കൊടുത്തു, നിങ്ങൾ വന്നോളൂ, ഒരിക്കലും നഷ്ടമാവില്ല. അതേപോലെ തന്നെ സംഭവിച്ചു. പരിപാടി കഴിഞ്ഞിട്ട് രാത്രിയിൽ പരിപാടിയിൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത പലരും വിളിച്ചിട്ട് പറഞ്ഞു, സാർ എത്ര ദൂരത്തു നിന്നാണ് ഞങ്ങൾ വന്നത്, 50 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വന്ന പരിപാടിയായിരുന്നു. പക്ഷെ അത് മുതലായി. മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അത് പങ്കെടുത്തതിൽ വലിയ നേട്ടമുണ്ടായി, സന്തോഷമുണ്ടായി. അതിനൊരു പ്രത്യേക അഭിനന്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അന്ന് ക്യാമ്പ് പങ്കെടുത്തതിന് ശേഷം സലീം സാറേ നമസ്കാരം, അതൊന്ന് മ്യൂട്ട് ചെയ്തേക്കണേ, നമ്മൾ പ്രോഗ്രാം തുടങ്ങുകയാണ്. സലീം സാറേ. അപ്പോ അങ്ങനെ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള 40-ലധികം ആളുകളും പങ്കജാക്ഷൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാം വളരെ നേരത്തെ ആരംഭിച്ച് അതിനെ വളരെ ശാസ്ത്രീയവും ലളിതവുമായ രീതിയിൽ, അതൊരു 2 മാസത്തെ കോഴ്സാണ്. അത് വളരെ ഒരു പ്രൊഫഷണൽ അഡ്വാൻസ് ലെവലിലുള്ള കോഴ്സ് കഴിഞ്ഞവരാണോ ഇതിനകത്തുള്ളത്? അതെ, കഴിഞ്ഞ ആ കോഴ്സ് പൂർത്തിയായി. ഓ യെസ്. അപ്പോ അതെനിക്ക് ധാരണയില്ല. അപ്പൊ എനിക്ക് ഒരു കാര്യം അറിയാം. ഇക്കാര്യത്തില് ശാന്തിഗ്രാം ഡയറക്ടർ നമ്മുടെ പ്രിയപ്പെട്ട പങ്കജാക്ഷൻ സാറും സജു സാറും ചേർന്നുള്ള സംസ്ഥാനത്ത് നടത്തുന്ന വലിയൊരു വിപ്ലവം എനിക്കറിയാം. ഒരു പ്രോഗ്രാമായിട്ട് ശാന്തിഗ്രാമിലും നേതൃത്വത്തിലും ITECയുടെ നേതൃത്വത്തിലും നടക്കുന്നത്. അതിന്റെ 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന പൂർത്തിയായ പഠിതാക്കളും ഈ പ്രോഗ്രാമിലുണ്ട് എന്നറിയുന്നു. വലിയ സന്തോഷം. അപ്പോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ 2 ടീമും കൂടെ ഐ തിങ്ക് ഇറ്റ് ഇസ് സ്റ്റേറ്റ് വൈഡ് പ്രോഗ്രാം. ഈ സ്റ്റേറ്റ് വൈഡ് പ്രോഗ്രാമിന്റെ ഈ വെബിനാറിന് 3 ദിവസത്തെയാണ് നമ്മളുടേത്. ഈ 3 ദിവസത്തെ പ്രോഗ്രാമും ഒരു വലിയ വിജയമാവട്ടെ. AI ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ യാത്രക്ക് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോ സജി സാറ് ഇന്ന് ഉള്ളത് കാസർഗോഡാണ്, ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ തിരുവനന്തപുരത്തായിരുന്ന ആള് ഇന്ന് രാവിലെ മുതൽ കാസർഗോഡാണ്, ആലപ്പുഴയാണ്. ഇന്നിപ്പോ കാസർഗോഡല്ലേ? ഇന്നലെ ആലപ്പുഴ, ഇന്ന് കാസർഗോഡാണ്, ഇനി നാളെയും കാസർഗോഡാണ്. അപ്പോ അത്തരത്തിലുള്ള ദീർഘമായ ഓട്ടത്തിനിടയിലും ഈ ടെക്നോളജി, ഈ വിദ്യ ആളുകൾക്ക് സമൂഹത്തിന് ഗുണകരമായി എത്തിച്ചു കൊടുക്കാൻ കാണിക്കുന്ന ഈ താല്പര്യത്തിന് പ്രത്യേകമായ ഒരു അഭിനന്ദനം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു സല്യൂട്ട് രേഖപ്പെടുത്തുന്നു. ഒപ്പം അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക്, നമ്മുടെ ഈ 3 ദിവസത്തെ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ശാന്തിഗ്രാം ഡയറക്ടർ പങ്കജാക്ഷൻ സാറിനെ ശാന്തിഗ്രാം ISIT പരിശീലന കോഴ്സിൽ ചേർന്നവർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. പെരിന്തൽമണ്ണയിൽ നിന്നും ചേർന്നവർക്ക്, പെരിന്തൽമണ്ണ ക്യാമ്പ്, പെരിന്തൽമണ്ണ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തവർക്ക് വേണ്ടി 2 വാചകങ്ങളിൽ ഞാൻ പരിചയപ്പെടുത്താം. കേരളത്തിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്ന വിധത്തിൽ എല്ലാ കാലത്തും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മഹാമനീഷിയാണ് പങ്കജാക്ഷൻ സാർ. തിരുവനന്തപുരം കേന്ദ്രമാക്കി 10-30 കൊല്ലത്തോളമായി ശാന്തിഗ്രാം എന്ന സ്ഥാപനം, വളരെ മഹത്തായ കേരളത്തിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങൾക്കും നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ സെക്ടറിനും അതേപോലെ തന്നെ സാമൂഹിക സംഘടനാ സംവിധാനങ്ങൾക്കുമൊക്കെ മുന്നേ നയിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി ശാന്തിഗ്രാം വളർന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ സാമൂഹിക സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉയർന്ന വ്യക്തിത്വമായി
പങ്കജാക്ഷൻ സാറും വളർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒക്കെ കൂട്ടായ്മയിൽ ഒരുപാട് കാലം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ പരിപാടികളിലും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ആൾ കൂടിയാണ് ഞാൻ. ആ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ സവിശേഷമായി പ്രോഗ്രാമിലേക്ക് അദ്ദേഹം കൂടി സംഘടിപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ട് സ്വാഗതം ചെയ്യുന്നതിലൊരു അസാംഗത്യം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഞാൻ ഈ വെബിനാറിലേക്ക് ട്രെയിനിങ്ങിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുണ്ടായിരിക്കും. ആ അർത്ഥത്തിൽ എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സജു സാറിനോട് താല്പര്യപ്പെടുന്നു. പങ്കജാക്ഷൻ സാറ് സംസാരിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഹലോ, ഇനിയുള്ള 2 ക്ലാസ്സുകൾ. അതെ അതെ അതെ, ഓക്കെ ഓക്കെ. ശരി. അപ്പൊ ഞാനിന്ന് 80 പേരെയാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ തിരുവനന്തപുരത്ത് മാത്രം ഒരു 50ഓളം പേര് ഇതിനകത്ത് വരേണ്ടതായിരുന്നു. അവരും എന്തോ അറിയിപ്പിന്റെ പ്രശ്നമായിരിക്കാം, ലേറ്റായാണ് നമ്മൾ ലിങ്ക് ഒക്കെ കൊടുത്തത്. എന്താണെന്ന് അറിയില്ല. സാധാരണയിൽ തിരുവനന്തപുരം മാത്രം ആവുമ്പോ തന്നെ 50-60 പേര് ആവേണ്ടതാണ്. ഇതിപ്പോ 34 പേരെ നമ്മുടെ ഇതിനകത്ത് ആയിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോ AI ഓരോ ദിവസവും ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആപ്ലിക്കേഷൻ നിലവിലുള്ള വെബ്സൈറ്റുകളെല്ലാം AI ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, AI-യിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രിയ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരനായ സാധനമാണ് ഗൂഗിൾ. ഗൂഗിളിന്റെ ക്രോമാണ് ഉപയോഗിക്കുന്നത്. സെർച്ച് ചെയ്യാൻ മറ്റ് സെർച്ച് എഞ്ചിനുകളൊക്കെ ഉണ്ടെങ്കിലും ഗൂഗിളിനെക്കാളും മികച്ച സെർച്ച് എഞ്ചിനാണ് ബിങ്. എങ്കിലും ലോകത്തെ 98% ആൾക്കാരും സെർച്ച് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ആണ് ഉപയോഗിക്കുന്നത്. നമ്മളും ഗൂഗിൾ ആണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നിലവിൽ അത് AI അധിഷ്ഠിതമല്ല. അത് ഒരു മിഷ്യൻ ട്രാൻസ്ലേഷൻ ആണ് ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് യാന്ത്രികമായിട്ട് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഒരു ബുദ്ധി, ഒരു മനുഷ്യ സഹജമായ ഒരു ബുദ്ധി ആ ട്രാൻസ്ലേഷനിൽ ഉപയോഗിക്കുന്നില്ല. നമ്മളൊരു സാഹിത്യ കൃതി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഒരു സാഹിത്യകാരനായിരിക്കും ഒരു സാഹിത്യ കൃതി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്ക് നമുക്ക് ആസ്വദിച്ച് വായിക്കാൻ പറ്റൂ. ഒരു സയന്റിഫിക് ആയിട്ടുള്ള ബുക്ക് ഒരു സാഹിത്യകാരനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സയന്റിഫിക് അംശം ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. അപ്പോ സയന്റിഫിക് ആയിട്ടുള്ള ബുക്ക് ആ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളിനെ കൊണ്ട്, ആ വിഷയത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരിക്കും അതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് ഒരു മനുഷ്യ സഹജമായ ഒരു നൈതികമായ ഒരു സംഭവമായിട്ട് മാറുന്നത്. ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇപ്പോ മെഷീനാണ്, യാന്ത്രികമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അപാകതകൾ പറ്റാറുണ്ട്. അപ്പോ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോ കൊണ്ടുവരുന്ന ഭാഷിണി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ഭാഷിണി എന്ന് പറയുന്ന ട്രാൻസ്ലേറ്റർ AI ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ലേഷനാണ്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഒരു മനുഷ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെയുള്ള വൈകാരികമായ കാര്യങ്ങളാണെങ്കിൽ അതിന്റെ വൈകാരികത തീവ്രത നഷ്ടപ്പെടാതെയും, ശാസ്ത്രമായ ഒരു കാര്യമാണെങ്കിൽ അതിന്റെ ശാസ്ത്രീയ അംശം നഷ്ടപ്പെടാതെയും ഉള്ള രീതിയിലായിരിക്കും ആ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ?
കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം സാറേ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇപ്പോ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ AI വന്നു തുടങ്ങി. AI അടുത്ത കാലത്ത് കഴിഞ്ഞ നമ്മുടെ 2 മാസത്തെ കോഴ്സ് പഠിക്കുന്ന ആൾക്കാർ, നമ്മളെ 2 മാസത്തെ കോഴ്സ് തുടങ്ങുമ്പോൾ അതിൽ AI വന്നിട്ടില്ല. ഇപ്പൊ അത് AI വന്നാലും അത് ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നത് ഇപ്പോഴും മെഷീൻ ട്രാൻസ്ലേഷൻ തന്നെയാണ്. ഇപ്പൊ ഡിക്റ്റേറ്റ് ചെയ്യാം, ഒരു ഭാഷയിൽ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ AI ഉപയോഗിച്ച് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം വന്നു. ഒപ്പം ഈ ഇമേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വന്നു. ഇമേജുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഗൂഗിൾ ലെൻസിലൊക്കെ കണ്ടതുപോലെ ആ ഇമേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള, അപ്പൊ നമുക്കൊരു പോസ്റ്ററൊക്കെ വേണമെങ്കിൽ ഇപ്പോ വളരെ ഈസി ആയിട്ട് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലെ ഇമേജ് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് നമ്മൾ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 99% AI ആപ്ലിക്കേഷനുകളും പെയ്ഡാണ്, പൈസ കൊടുക്കേണ്ടി വരും. ആദ്യം കുറച്ച് അവരുടെ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ കുറച്ച് ക്രെഡിറ്റുകളോ അല്ലെങ്കിൽ ഏതാനും ദിവസം ട്രയൽ വെർഷനോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇപ്പൊ പേ ചെയ്യാൻ ആവശ്യമാവാത്ത ചില പ്രമുഖ AI ആപ്ലിക്കേഷനുകൾ പോലും പെയ്ഡിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോ ChatGPT പോലും 3.5 ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 4ലേക്ക് നമ്മൾ പോകണം. 4ലേക്ക് പോകണമെങ്കിൽ പൈസ കൊടുത്താലേ പറ്റുള്ളൂ. അപ്പം പരമാവധി നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം. നമ്മളെല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ നടത്തുന്നത്. ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഈ സാങ്കേതിക വിദ്യ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇതുപോലെ $500 ChatGPT 4-നൊക്കെ $2,500 ഒരു വർഷത്തെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ. ഇവിടെ വലിയൊരു സമ്പന്നനായ ഒരാളിന് പോലും അത്രയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു സ്ഥിതിയില്ല. അപ്പോ പരമാവധി സൗജന്യമായി നമുക്ക് കിട്ടാൻ പറ്റുന്ന അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലെ ഇമേജ് ട്രാൻസ്ലേഷൻ ഇപ്പോ വന്നിട്ടുണ്ട്. അതിലുമകത്തും ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മലയാളത്തിലുള്ള ഒരു ഇമേജിന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. മലയാളം ഇപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. സമീപഭാവിയിൽ വരും. പക്ഷെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് മറ്റു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇംഗ്ലീഷിലുള്ള ഒരു ഇമേജിനെ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ പറ്റും. മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പരിമിതി. പക്ഷെ നമ്മുടെ ആവശ്യം നിറവേറ്റാൻ ഇത് സഹായകരമാണ്. നമുക്ക് മറ്റു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണല്ലോ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്ന് ഇന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പൊ ഇതിന് നമുക്ക് വളരെ സുപരിചിതമായ ഗൂഗിളിന്റെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കുന്നു. ഞാൻ ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. നമ്മൾ ഈ കാണുന്നതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കാൻ നമുക്കറിയാം. ഗൂഗിളിൽ പോകുന്നു. ഗൂഗിളിൽ പോകുമ്പോൾ ഗൂഗിളിന്റെ ഒരു 3 കുത്തുകളുള്ള 3 ലൈൻ, അങ്ങനെ 3, 6, 9 കുത്തുകളുണ്ട് അല്ലെ അതിന്റെ. അവിടെ അതാണ് അതിന്റെ ഒരു മെനു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിളിന്റെ ആപ്ലിക്കേഷനുകളെല്ലാം വരും. ആ ആപ്ലിക്കേഷനിൽ നിന്ന് ട്രാൻസ്ലേറ്റർ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ട്രാൻസ്ലേറ്റർ എടുത്തതാണ് നമ്മൾ ഈ കാണുന്ന ഈ വിൻഡോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നമ്മൾ ഈ ടെക്സ്റ്റ് ആണ് നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, ഈ ഭാഗത്ത് നമ്മൾ പറയുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നു. ആ ട്രാൻസ്ലേഷനെ കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഈ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷനും ഇപ്പൊ നമ്മളൊരു PDF ആയിട്ടുള്ള ഒരു ഫയല് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അത് ഭാഷയിലുള്ള PDF. പക്ഷെ അവിടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്കതൊരു വായനാക്ഷമമായ രീതിയിലല്ല അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിനകത്തുള്ള നമ്മുടെ ചില്ലക്ഷരങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിക്കാനും ചിഹ്നങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിനും പറ്റുന്ന ഒരു അഭംഗി അതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് വായന
ഒരു സുഗമമായ വായന ഇപ്പോ ഈ ഗൂഗിളിന്റെ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷനിൽ നമുക്ക് കിട്ടുന്നില്ല. അത് കറക്റ്റ് സമീപഭാവിയിൽ അതൊക്കെ ശരിയായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇമേജ് ട്രാൻസ്ലേഷൻ ആണ്. അത് ഇമേജ്, ഞാൻ അതിലേക്ക് പോവുകയാണ്. ഇമേജ് ട്രാൻസ്ലേഷനിൽ ഈ കാണുന്ന ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, അതായത് വലിച്ചിടാനേ പറ്റുള്ളൂ. അല്ലാതെ സാധാരണ നമ്മൾ ഇമേജ് ഫയല് ചൂസ് ചെയ്യാനുള്ള ഒരു ക്ലിക്ക് ചെയ്ത് ഫയൽ ചൂസ് ചെയ്യുക എന്നുള്ള രീതിയാണ് സാധാരണ വരുന്നത്. ഇത് അങ്ങനെയല്ല. ഇമേജിനെ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ആ ഇമേജിനെ വലിച്ചതിനകത്തേക്ക് ഇടണം. അങ്ങനെ ഞാനൊരു ഇമേജിനെ ഇതിനകത്തേക്ക് വലിച്ചിടാൻ പോവുകയാണ്. ആ ഇമേജ് ഒന്നെടുത്തോട്ടെ. ഞാനൊരു ഇമേജ് ഇവിടെ ഇതിലേക്ക് വലിച്ചിട്ടു. ആ ഇമേജ് കാണുന്നില്ല. കാണുന്നില്ലേ? ഒന്നും കാണുന്നില്ല. കാണുന്നില്ലേ? കാണുന്നല്ലോ. ചെറുതായിട്ടേ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അതെ അതെ. അപ്പോ ഞാൻ ഇവിടെ വലിച്ചിട്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അത് മലയാളത്തിലുള്ള ഇംഗ്ലീഷിലുള്ള ഡോക്യുമെന്റ് ആണ്. ആ ഇംഗ്ലീഷിലുള്ള ഡോക്യുമെന്റ് ഇതാ അതുപോലെ മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇതെല്ലാം ഇംഗ്ലീഷിലായിരുന്നു. ഇംഗ്ലീഷിലുള്ള ആ ഒരു ഡോക്യുമെന്റ് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് വലിച്ചിട്ട ഉടനെ തന്നെ അത് ട്രാൻസ്ലേഷൻ നടക്കുകയാണ്. ഹലോ, ഇതിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായോ? നമുക്കൊരു ഇംഗ്ലീഷിലുള്ള ഒരു സാധനം, ഇംഗ്ലീഷിലുള്ള ഒരു ബ്രോഷർ നിങ്ങൾക്ക് കിട്ടി. ആ ബ്രോഷറിനെ മലയാളത്തിലേക്ക് മാറ്റണം. ആ മലയാളത്തിൽ അത് ഇമേജ് ആണ്. ഇമേജ് ആവുമ്പോൾ നമുക്കതിന് ആ ഇമേജിൽ നിന്ന് ടെക്സ്റ്റിനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോ ആ ഇമേജോട് കൂടി ഇതിലേക്ക് നമുക്ക് വലിച്ചിട്ടപ്പോ നമുക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന്റെ മനസ്സിലാവുന്നുണ്ടോ? ഈ ഇമേജിന്റെ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത് ഞാൻ ഇതിപ്പോ നിങ്ങൾ കണ്ടല്ലോ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത നമ്മൾ ഇംഗ്ലീഷ് കൊടുത്തതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പൊ ഒരു ഇമേജ്. ഹലോ സാർ, ഒന്ന് ചോദിച്ചോട്ടെ. ഡ്രാഗ് ചെയ്തു പറഞ്ഞ ഇമേജ് ഉണ്ട്, അത് എവിടെ നിന്ന് കിട്ടി? ഏത് ഒരു ഇമേജ് സാറ് ഡ്രാഗ് ചെയ്തു പറഞ്ഞില്ലേ? അതെ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഇത് കമ്പ്യൂട്ടറിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ആ ഇമേജിനെ നമ്മൾ ഇതിന്റെ ആ ഭാഗത്തേക്ക് മൗസ് കൊണ്ട് വലിച്ചിടുന്നു. അതാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഡ്രാഗ് ചെയ്ത്, അതായത് നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്യാണ് പറയുന്നത്. ചൂസ് ഫയൽ എടുത്തിട്ട് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, വലിച്ചിടാനേ പറ്റുള്ളൂ. വലിച്ചിട്ട ഉടൻ തന്നെ ആ ഇമേജ് നമുക്ക് അത് ഇംഗ്ലീഷിൽ നിന്ന് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് നമുക്ക് ഈ കാണുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഹലോ, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഞാനിത് അങ്ങ് ക്ലോസ് ചെയ്യാണ്. നിങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ ഒറിജിനൽ ഇമേജ് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ? അതിന്റെ ഒറിജിനൽ ഇമേജ് കണ്ടോ? കണ്ടു. ഈ ഇംഗ്ലീഷിലെ ഇമേജ് ആണ് നമ്മൾ ഏതിലേക്ക് വലിച്ചിട്ടത്? ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലെ ട്രാൻസ്ലേഷനിൽ വലിച്ചത്. ഇതങ്ങ് വലിച്ച് ഇട്ട ഉടൻ തന്നെ അത് മലയാളത്തിലേക്ക് മാറുകയാണ്. അപ്പൊ ഇത് നമ്മള് ശാന്തിഗ്രാം നടത്തുന്ന ഒരു ഗ്രാഫിക് ഡിസൈൻ കോഴ്സിനെ കുറിച്ചുള്ള 36 മണിക്കൂർ ദൈർഘ്യമുള്ള 2000 രൂപ ഫീസ് മാത്രം വാങ്ങിക്കൊണ്ടുള്ള ഒരു
ആഴ്ചയിൽ 3 ദിവസം നടത്തുന്ന ഒരു കോഴ്സിന്റെ ഒരു ഡിസൈനാണ് ഈ കാണിച്ചത്. ഓക്കെ, അപ്പോ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ നമ്മളിപ്പോ ഒരു സ്കില്ല് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഏത് ഭാഷയിലുള്ള ഒരു നോട്ടീസ് ആയാലും പ്രിന്റ് ചെയ്ത ബ്രോഷർ ആയാലും ഒരു ശാന്തി പങ്കേഷ് സാറിന്റെ മൈക്ക് ഓണാണേ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഏത് സാധനമായാലും നമ്മളൊരു ഇമേജ് ഈ ഗൂഗിളിൻ്റെതായതുകൊണ്ട് ഇത് പെയ്ഡ് അല്ല, ഫ്രീ ആണ്. എത്ര കാലം വേണം, എന്ത് വേണോ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം, എത്ര വേണോ ട്രയൽ ഇന്റർവ്യൂലൂടെ ഉപയോഗിക്കാം. ഈ രീതിയിൽ നമുക്ക് ഈ ഇമേജ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം ഈ നമ്മൾ ഡെസ്ക്ടോപ്പിൽ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഡെസ്ക്ടോപ്പിൽ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പാ, ഡെസ്ക്ടോപ്പിൽ നിന്ന് മാത്രമേ ഇതിനകത്തേക്ക് വലിച്ചിടാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ ഫയലും ആ ഫയൽ ഏതാ പഠിച്ചാൽ അത് ഡെസ്ക്ടോപ്പിൽ, ആ ഫയല് നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ എടുത്തിടണം, ആ ഡെസ്ക്ടോപ്പിൽ നിന്ന് വലിച്ചിടണം. അതല്ലെങ്കിൽ നമുക്ക് ഇമേജ് ചൂസ് ചെയ്യാം. അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിലില്ല. ഡ്രാഗ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ നിന്ന് ഡെസ്ക്ടോപ്പിൽ ഇടണമെന്നില്ല. ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് ആ ഫോൾഡറിൽ നിന്ന് വലിച്ചിടാം. ഞാനൊന്ന് എളുപ്പത്തിൽ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ കമ്പ്യൂട്ടറിനുള്ള ഒരു ഫോൾഡറിൽ നിന്ന് വേണമെങ്കിൽ ഇത് വലിച്ചിടാം. ഡെസ്ക്ടോപ്പിൽ നിന്ന് വലിച്ചിടുക എന്ന് പറയുന്നത് എളുപ്പമാണ്. ഓക്കെ, ചോദിക്കും. ഇപ്പം ചൈനീസ് ഭാഷയിലുള്ള ഒരു പുസ്തകത്തിന്റെ ചൈനീസ് ഭാഷയിലുള്ള ഒരു ഇമേജ് അത് നമ്മള് പിന്നെ ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ ഗുജറാത്തി അങ്ങനെ കൊടുത്താല് ആ ഭാഷയിലേക്ക് കിട്ടൂലേ? ഇതിപ്പോ നമ്മള് മലയാളം, സാർക്ക് മലയാളം ഞാനിപ്പോ പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന ഭാഷ. ഓക്കെ സാർ, നമുക്കത് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പൊ എനിക്ക് നമ്മൾ ആ സമയത്തിനകത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ ഇടപെടുന്നത്. സാറ് പറഞ്ഞ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മറ്റ് പല ഭാഷകളിലും അത് ഉണ്ടാവാം. പക്ഷെ ചൈനീസ് പോലുള്ള ലോകത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷകളിൽ നിന്ന് ആ പ്രശ്നമില്ല. ഹിന്ദിയിൽ നിന്ന് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇംഗ്ലീഷിലും മലയാളത്തിൽ മലയാളം ഇപ്പോ അത് ഏതാനും ആഴ്ചകളോടോ മാസങ്ങളോടോ മലയാളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തും. ഇപ്പൊ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ട്രൈ ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഇതിനകത്ത് അവർ ഇത് നോട്ടിഫിക്കേഷൻ ഒന്നും ഇറക്കില്ല. ഞങ്ങൾ നാളെ മുതൽ മലയാളം ഇമേജ് എന്നിട്ട് അവര് പത്രക്കുറിപ്പോ അല്ലെങ്കിൽ പരസ്യമൊന്നും ചെയ്യില്ല. നമ്മൾ അപ്പോഴായിട്ട് ഇതൊക്കെ നോക്കി മാത്രമേ മാർഗമുള്ളൂ. ഓക്കെ സാർ, സാറിന് അത് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ചോദിച്ച സാറിന് മനസ്സിലായോ? മനസ്സിലായി. അപ്പോ ഞാൻ ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ് അനുവാദിനിയില് സമാനമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ചുകൂടെ അഡ്വാൻസ് ആണ് അനുവാദിനിയിലെ ആപ്ലിക്കേഷൻ. ഓക്കെ, അനുവാദിനിയില് നമുക്കിത് അവിടെ നമുക്ക് ഇതിനകത്ത് പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത്, നമ്മൾ ഗൂഗിളിന്റെ ഇമേജ് ട്രാൻസ്ലേഷനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത സാധനത്തെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഫോണ്ടിന്റെ ഒന്ന് വലിപ്പം കൂട്ടാനോ അതിനകത്ത് എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ, ട്രാൻസ്ലേഷനിൽ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇററുകൾ ഉണ്ടെങ്കിലോ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന അറ്റ് പ്രസന്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇപ്പോൾ സാധ്യമല്ല, ഒരു ഭാഷയിലും സാധ്യമല്ല. അപ്പോ അതേസമയം അനുവാദിനിയില് നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അനുവാദിനിയില് ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. അനുവാദിനിയെ കുറിച്ച് നമ്മുടെ 2 ഗ്രൂപ്പുകാർക്കും കൃത്യമായിട്ട് അറിയാം. ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞു, ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു AI ആപ്ലിക്കേഷൻ ആണ്, ഫ്രീ ആണ്. അതിന്റെ ഒരു നിർമ്മാണ സംവിധാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, പലതും പൂർത്തിയായിട്ടില്ല. എല്ലാം അതിന്റെ നിർമ്മാണത്തിൽ ഓൺഗോയിങ് ആണ്. ഇതെല്ലാം പൂർത്തിയാകുമ്പോൾ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷന്റെ ആവശ്യം വരില്ല. ഈ അനുവാദിനിയിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളീ കാണുന്നത് അനുവാദിനിയാണ്. അനുവാദിനിയില് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഇമേജ് എന്ന് പറയുന്ന ഇപ്പൊ വീഡിയോ, അത് കഴിഞ്ഞ് വോയിസ്, അത് കഴിഞ്ഞിട്ട് ഫയല്, അത് കഴിഞ്ഞിട്ട് ഇത് ഇമേജ് കാണുന്നു അല്ലെ. ഇമേജിലെ ഒരു ദർപ്പൺ, ജാതുയ ദർപ്പൺ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ഇതുണ്ട്. അതില് അതായത് പിക്ക് കഴിയുമ്പോൾ അടുത്ത് കാണുന്ന ആ ഒരു ദർപ്പണില് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദർപ്പൺ, ഈ ദർപ്പൺ ഇപ്പോ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയി വന്നു കണ്ടോ.
ഈ ദർപ്പണില് നമ്മൾ ഇവിടെ എന്താ ഇതിനകത്ത് നമുക്ക് ഈ ഡ്രാഗ് ചെയ്യേണ്ട കാര്യമില്ല, അപ്ലോഡ് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോ അവിടെ കാണുന്നു അപ്ലോഡിങ് സക്സസ്ഫുള്ളി കാണുന്നു. നമ്മളിവിടെ പ്രൊസീഡ് കൊടുത്തു. നമ്മൾ അത് മലയാളമാണ് കൊടുത്തു. അത് നമ്മൾ ഗൂഗിളിലാകുമ്പോൾ അത് നമ്മൾ വലിച്ചിട്ട ഉടനെ ആ നിമിഷം കണ്ണു തുറന്ന് അടയ്ക്കുന്നതിന് മുമ്പ് ആ ഇമേജ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അല്പ സമയം എടുക്കും. ഇതിനകത്ത് കുറെ സമയം എടുക്കുന്ന കാര്യമാണ്. ഇമേജ് ട്രാൻസ്ലേഷൻ ഇൻ പ്രോഗ്രസിങ് എന്ന് കാണുന്നുണ്ടല്ലോ, അത് ട്രാൻസ്ലേഷൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ലേഷൻ നടന്നില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നു. വീണ്ടും അതിനകത്ത് എന്തോ ഇറനെ പറ്റി ഒന്നുകൂടെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് പിന്മാറാം. സാറേ അത് വെറുതെ കിടന്ന് തിരിയണേ ഉള്ളൂ. അതെ അതെ, അപ്പൊ അത് നമ്മള് സമയം കളയണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്തൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് സ്ക്രീൻ ഷെയർ ചെയ്തത് കൊണ്ടായിരിക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ വന്നിരിക്കും. അവന്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സ്ക്രീൻ ഷെയർ ചെയ്യാതെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഹലോ, ഒന്നുകൂടെ ഒന്ന് നോക്കാം, ഒരു പ്രാവശ്യം കൂടെ. ഷെയർ ചെയ്യാതെ. ഓക്കെ സാർ, ഓക്കെ സാർ, ചെയ്യാം. അത് സ്ക്രീൻ ഷെയറിന്റെ പ്രശ്നമായിരുന്നു. ഇപ്പൊ അത് ട്രാൻസ്ലേഷനായി. അത് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു സാങ്കേതിക പ്രശ്നമാണ്. ഇപ്പൊ അത് ട്രാൻസ്ലേഷനായി. കണ്ടോ? ഹലോ, കണ്ടിരുന്നോ? കാണാമോ? വന്നില്ലല്ലേ? കാണാം.
ഓക്കെ. അപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു സാങ്കേതികമായ പ്രശ്നമാണ്. സ്ക്രീൻ ഷെയറിംഗ് മാറ്റിയിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം ആണ് ഇപ്പോ ഇത് എന്നെ കാണിക്കുന്നത്. ഇവിടെ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഈ ഓരോ ഭാഗത്തെയും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ ഗ്രാഫിക് ഡിസൈന് നമുക്ക് വേണമെങ്കിൽ അവിടെ നമുക്ക് വേറെ മലയാളത്തിൽ ഒരു ഇത് മാറ്റാം. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. ഈ 36 ഇല്ലെന്ന് പറയും. ഇതിന്റെ ഫോണ്ടിനെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ വെച്ച് മാറ്റി വെക്കുന്ന മാത്രമല്ല, എന്തെങ്കിലും ഇററുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താനും പറ്റും. ഒരു ഭാഗമൊക്കെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ ഒരുപാട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ ഏതിനകത്തുണ്ട്? ഈ അനുവാദിനിക്കകത്തുണ്ട്. ഓക്കെ, മനസ്സിലായോ? അതിന്റെ ഉപയോഗം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൽ ഒക്കെ വളരെ സിമ്പിൾ ആണ്. ലോഗിൻ പോലും ചെയ്യണ്ട. നിങ്ങൾക്കൊരു ഇമേജ്, നിങ്ങളുടെ ഒരു വേറൊരു സ്ഥാപനത്തിന്റെ ഒരു ബ്രോഷർ കിട്ടി, അതുപോലെ ഒരു ബ്രോഷർ അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടി, അതുപോലെ നിങ്ങൾക്ക് ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കണമെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങൾ അതിന്റെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുന്നു, നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു, അവിടെ നിന്ന് അനുവാദിനിയിൽ അപ്ലോഡ് ചെയ്യുന്നു. സെയിം ഭാഷയാണ് എങ്ങനെ, അല്ലെങ്കിൽ മറ്റോ ഏതെങ്കിലും ഭാഷയിലേക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒരു 21 ഭാഷ സപ്പോർട്ട് ചെയ്യുന്നു, മലയാളം ഉൾപ്പെടെ. ആ ഭാഷ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇത് വരുന്നു. അവിടെ നമ്മളെ ഇത് വെച്ചിട്ട് മൗസ് പോയിന്റർ ഉപയോഗിച്ച് നമുക്കത് എഡിറ്റ് ചെയ്യാനും പറ്റും. എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ്ടുകളുടെ കളർ ചേഞ്ച് ചെയ്യാം, ഫോണ്ടുകളുടെ വലിപ്പം കൂട്ടാം, എഡിറ്റിംഗ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് അതിനകത്ത് എഡിറ്റിംഗ് ചെയ്യാം. അത് വളരെ ഉപയോഗപ്രദമായ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർ, ഈ രംഗത്ത് പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപയോഗക്ഷമമായ ഒരു സാധനമാണ് അനുവാദിനിയിലെ ദർപ്പൺ എന്ന് പറയുന്നത്. ഇതേ സെയിം സാധനം തന്നെ ഗൂഗിളിലുണ്ട്. അതിനകത്തുള്ള പരിമിതി, അത് വളരെ വേഗത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയൊക്കെ ചെയ്യും, പക്ഷെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് പറ്റില്ല, മറ്റു ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് പറ്റും. ഈ രണ്ട് കാര്യവും കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ ഭാഗം ഇമേജ് ട്രാൻസ്ലേഷൻ എന്നുള്ള ഒരു ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഒരു മറ്റൊരു വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. നമ്മുടെ രണ്ട് കൂട്ടർക്ക്, നമ്മുടെ തിരുവനന്തപുരം ടീമിന് ഞാനത് പറഞ്ഞ് അവർക്കും ആ ക്ലാസ് എടുത്തിട്ടില്ലായിരുന്നു. അതായത് നമുക്ക് അധ്യാപകരൊക്കെ ഇതിനകത്തുണ്ടാവാം. പല രംഗങ്ങളിൽ ഗവേഷണം നടത്താം. ഇപ്പൊ PhDക്ക് വേണമെന്ന അല്ല, പല രംഗങ്ങളിലും ഗവേഷണം നടത്തുന്നവരുണ്ടാവാം. അവരവരുടെ രംഗത്ത് ഏറ്റവും പുതിയ അറിവുകളും ഏറ്റവും ശാസ്ത്രീയമായ അറിവുകളും അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാവാം പല സെക്ടറിലും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ലോകത്ത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായ ഗവേഷണ പ്രബന്ധങ്ങൾ, ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് അതൊരു ഗവേഷണ പ്രബന്ധമായി വരുമ്പോഴാണ് അതൊരു ആധികാരികമായ കണ്ടെത്തലാണ്. ഏതെങ്കിലും ഒരു ജേർണലിൽ അത് പ്രസിദ്ധീകരിക്കണം. ഒരു പത്രത്തിൽ വാർത്ത വരുന്നത് ആധികാരികമല്ല. ഒരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ ആ കണ്ടുപിടുത്തം ഒരു അംഗീകൃതവും ആധികാരികവും ആവണമെങ്കിൽ അത് ലോകത്തെ ഒരു ജേർണലിൽ, അംഗീകൃതമായ ഒരു ജേർണലിൽ അത് പ്രസിദ്ധീകരിക്കണം. അങ്ങനെ അംഗീകൃതമായ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യങ്ങള് എന്ന് പറയുന്നത് അത് റിസർച്ച് പേപ്പറുകളാണ്, റിസർച്ച് അബ്സ്ട്രാക്റ്റുകളാണ്. ഈ റിസർച്ച് പേപ്പറുകളും സെമിനാർ പേപ്പറുകളും അബ്സ്ട്രാക്റ്റുകളും ഒക്കെ അതിൻ്റെതായ ഒരു ഭാഷയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ വിഷയത്തില് വളരെ ഗഹനമായി പഠിക്കുന്നവർക്ക് മാത്രമേ അത് വായിച്ചാൽ മനസ്സിലാവുകയുള്ളൂ. അവരുടെ കയ്യിൽ ഇത് കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ആധികാരികമായ ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയണം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ കാര്യം ആ ആധികാരിക പ്രബന്ധത്തിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കണം. അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മനസ്സിലാക്കണം. ഒരു ആധികാരികമായ ഒരു ഗവേഷണം നടക്കുന്നു. ആ ആധികാരികമായ ഗവേഷണത്തിന്റെ എത്ര ഗംഭീരമായ കാര്യവും സാധാരണക്കാരായ നമുക്ക് അപ്രാപ്യമായ കാര്യവും ആയിക്കോട്ടെ, പക്ഷെ അതിന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൽ നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ, അത്തരത്തിലുള്ള ആധികാരികമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ്
typeset.io. 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 ഞാൻ അതിലേക്ക് നമ്മുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ഈ ഗ്രൂപ്പില് ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അക്യുപ്രഷറുകാരുണ്ട്, അതുപോലെ തന്നെ ജൈവ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഈ പല മേഖലകളിലുള്ള മനുഷ്യർക്ക് ഉപയോഗപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ 5 or 10 ഗവേഷണ പ്രബന്ധങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഞാൻ എന്താ നോക്കാം, ഇതിനകത്ത് ഞാൻ ഓർഗാനിക് ഫാമിംഗ് കൊടുക്കുന്നു. സർ ഒരു പേര് പറഞ്ഞല്ലോ, typeset.io. അതാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. ഈ സ്പെല്ലിംഗ് പറയാം സാർ. ഞാൻ ഒന്നുകൂടെ ഹലോ സാർ ഹലോ രഞ്ജിത്ത് ആണ് സാർ. അപ്പൊ ഓർഗാനിക് ഫാമിംഗ് typeset.organic ഫാമിംഗ് ആ വരില് എങ്ങനെയാ വരില്ലേ സാറേ? ഒരു ഒന്ന് ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് ഒന്ന് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. typeset typeset.io. typeset.io എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ IO. ടൈപ്പ്സെറ്റ് നമ്മൾ google.com എന്ന് പറയുന്നത് പോലെ typeset.io. നമ്മൾ ഗൂഗിളിൽ പോവാം, google.com എന്ന് അടിച്ചു കൊടുക്കുന്നത് പോലെ typeset.io. അത് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ് ആണ്. ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എല്ലാ നിർമ്മിത ബുദ്ധികളും നമുക്കൊരു വെബ്സൈറ്റ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ typeset.io എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി നമുക്ക് ലഭിക്കുന്ന typeset.io എന്ന് പറയുന്ന ആ വെബ് അഡ്രസ് URL എന്നൊക്കെ പറയും. അത് അടിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അങ്ങനെ typeset.io എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന വെബ് പേജ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ, typeset.io ആണ്. typeset.io. ഓക്കെ, ശരി. അപ്പോ ഇതില് ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ സാറ്, പിന്നെ ഒരു കാര്യം, നമുക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒരു അവസരം തരാം, അപ്പൊ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടില്ല, അത് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാനത് പൂർത്തിയാക്കിയതിന് ശേഷം സാർ അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ മൊത്തം ക്ലാസ് കഴിയുമ്പോഴല്ല, ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തീരുന്ന സമയത്ത് സാർ ഒന്ന് പറയുക. അപ്പോ എല്ലാവർക്കും അത് പ്രയോജനകരമാവും. ഓക്കെ ഓക്കെ, ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പോ typeset.ioയില് ഞാൻ ഓർഗാനിക് ഫാമിംഗ് എന്ന് കൊടുത്തു. ഓർഗാനിക് ഫാമിംഗ് എന്ന് കൊടുത്തതിന് ശേഷം ഒരു എന്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോ ഓർഗാനിക് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട, ഇതിപ്പോ ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ മലയാളത്തിൽ ഓർഗാനിക് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട 5 ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്നുള്ള സംക്ഷിപ്തമായ കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ, ഇൻസൈറ്റ് ഫ്രം ടോപ്പ് 5 പേപ്പേഴ്സ് എന്ന് കാണിക്കുന്നു. ടോപ്പ് 5 പേപ്പേഴ്സിൽ നിന്ന് ഉള്ള ഇൻസൈറ്റ് നമുക്ക് ഈ 5 പ്രധാനപ്പെട്ട പേപ്പറിൽ നിന്നുള്ള കാര്യങ്ങൾ വരുന്നു. ഇനി നമുക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പേപ്പറും ഇവിടെ നമ്മൾ നോക്കുക. ഇതിനകത്ത് 10 പേപ്പറിൽ 5 പേപ്പറാണ് നമുക്ക് ഇവിടെ ലഭ്യമായി കാണുന്നത്. ഈ ഓരോ പേപ്പറും ഇത്
അതിന്റെ ഒരു വശത്ത് ആ പേപ്പർ, രണ്ടാമത്തെ വശത്ത് ആ പേപ്പറിന്റെ അകത്തുള്ള ഏറ്റവും പ്രസക്തമായ കാര്യം നമുക്ക് മലയാളത്തിൽ കാണിച്ചു തരുന്നു. കണ്ടോ, ഇവിടെ ആ പേപ്പർ, ഈ ഭാഗത്ത് ആ പേപ്പറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസക്തമായ കാര്യം. ഇതൊരു പേപ്പർ, ആ പേപ്പറുമായി ബന്ധപ്പെട്ട പ്രസക്തമായ കാര്യം മലയാളത്തിലാണ്. നമുക്കത് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. മലയാളം സപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തെ ഏത് ആധികാരിക ഗവേഷണ പ്രബന്ധവും നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് തയ്യാറാക്കി തന്നിരിക്കുകയാണ്. നോക്കുക, ഇത് ഇപ്പുറത്ത് അതിന്റെ മലയാളം. ഇതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേപ്പറിനെ കുറിച്ച് ഇതിനകത്ത് കൂടുതൽ വിവരം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഭാഗം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടൈപ്പ് സെറ്റ് IO വേറൊരു പേജിലേക്ക് അത് ഓപ്പൺ ആവും. ആ പേജ് ഞാൻ വേറൊരു ടാബിലാണ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എനിക്കിത് ക്ലോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യുന്നു. ആ പേപ്പർ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. ഓവർവ്യൂ നാച്ചുറൽ ഫാമിംഗ് എ ന്യൂ എൻവയോൺമെന്റ് എന്നൊക്കെ തുടങ്ങുന്ന ഒരു പേപ്പറാണ്. നാച്ചുറൽ ഫാമിംഗ് ന്യൂ എൻവയോൺമെന്റലി റെസ്പോൺസിബിൾ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു വന്നില്ലല്ലേ, അതാ വന്നു. ദ നാച്ചുറൽ ഓവർവ്യൂ ഓഫ് നാച്ചുറൽ ഫാമിംഗ് എ എൻവയോൺമെന്റലി റെസ്പോൺസിബിൾ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേപ്പറാണ് ഇപ്പോ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തത്. അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത്. അപ്പൊ ഈ വിവരങ്ങൾ ഏത് രീതിയിൽ അറിയണമെന്നുള്ളത് നോക്കണം. നമുക്ക് ഇവിടെയും നമുക്ക് ഭാഷ തിരഞ്ഞെടുക്കാം. ഈ ഭാഗത്ത് നോക്കിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് അതിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാമോ? അത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ ഭാഷ തിരഞ്ഞെടുക്കുന്നു. നമുക്ക് ഭാഗ്യം മലയാളം അവിടെ ഉണ്ട്. ഈ മലയാളത്തിൽ നിന്ന് ഈ പ്രബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം, ആസ്ക് ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾക്ക് ചോദ്യം അടിച്ചു കൊടുക്കാം. ഇതിന്റെ ചോദ്യം നിങ്ങൾക്ക് ചോദ്യം കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ ഇതിനകത്ത് സാധ്യമായ ചോദ്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അത് സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ചോദ്യം അടിച്ച് പാടുപെടുന്നില്ല. എക്സ്പ്ലെയിൻ ദ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് പേപ്പർ. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻസ്, അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പൊ വരും. വന്നു കഴിഞ്ഞു. മലയാളത്തിൽ വന്നു കഴിഞ്ഞു. ആ പേപ്പറുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ അത് വിശദമായിട്ട് വന്നു. പേപ്പറിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ പ്രായോഗികമായ പ്രശ്നങ്ങളാ. വൈവിധ്യവർഗ്ഗങ്ങൾ, കൃഷി സംഭവം, വിളകൾ, വൃക്ഷങ്ങൾ, കന്നുകാലികൾ, ഇതൊക്കെ നിങ്ങൾ വായിക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കാൻ പറ്റിയാൽ ഓരോന്നായിട്ട് നോക്കി വായിക്കാനുള്ള ഒരു സമയപരിമിതി ഉണ്ട്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാവർക്കും പ്രയോജനപരമാവണമെന്നില്ല. ഇതിനകത്ത് പല മേഖലകളിൽ ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലും അക്യുപ്രഷറുകാർ വന്നിട്ടുണ്ട്. അല്ലാതെ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബിഹേവിയർ തെറാപ്പി നടത്തുന്ന ആൾക്കാരുണ്ട്, മെമ്മറി ട്രെയിനിങ് നടത്തുന്ന ആൾക്കാരുണ്ട്. പല രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഏത് സെക്ടറിലോ ആയിക്കോട്ടെ, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഏത് സെക്ടറിലോ ആയിക്കോട്ടെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ആധികാരികമായ ഏറ്റവും പുതിയ ഗവേഷണ പ്രബന്ധം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് typeset.io നിന്ന് ഏതാണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അതിനകത്ത് 5 പേപ്പർ വരെ ഫ്രീ ആണ്. 10 പേപ്പറൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം. നമുക്ക് 5 പേപ്പർ മതി. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട 5 പേപ്പർ കിട്ടിയാൽ മതി. 10 പേപ്പറിലേക്ക് പോകണമെന്നില്ല. ആ രീതിയിൽ നമുക്ക് ഈ typeset.io അല്ലെ, ലോകത്തിലെ മുഴുവൻ ഗവേഷണവും നമ്മുടെ കൈവെള്ളയ്ക്കകത്ത് നിൽക്കും. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല, ഒരു ലൈക്കും തരുന്നില്ല. ഓക്കെ, ഇഷ്ടപ്പെട്ടു സാറേ. ഇഷ്ടപ്പെട്ടു. ചെയ്തു നോക്കാമല്ലോ. ഇഷ്ടപ്പെട്ടപ്പോ ചെയ്തു നോക്കണം. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. നമുക്ക് അത് അല്ലേ വളരെ ഗുണകരമായ, ഇതിനപ്പുറം വേറൊന്നുമില്ല. നമുക്ക് ലോകത്തെ നമ്മൾ നിൽക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഈ ഭൂമിയിലെ ഏറ്റവും ഈ ഇന്റർനാഷണൽ ജേർണലുകൾ എന്ന് പറയുന്നത്
ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ഗവേഷണ പ്രബന്ധങ്ങളെ പരിശോധിച്ച് അതിലെ ഏറ്റവും ആധികാരികവും ശാസ്ത്രീയവുമായി പ്രൂവ് ചെയ്യപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഈ ഇന്റർനാഷണൽ അംഗീകൃത ജേർണലുകളിൽ വരുള്ളൂ. അല്ലാതെ അനധികൃതമായ ജേർണലുകൾ വേറെ ഉണ്ട് പൈസ കൊടുത്ത് പ്രസിദ്ധീകരിക്കുന്നത്, അതൊന്നും ഇതിനകത്ത് വരില്ല. ഏറ്റവും അംഗീകൃതമായ ജേർണലുകളിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമ്മുടെ ഇതിന്റെ ഇടയിൽ ആരും ഒന്നും ചോദിച്ചില്ല, അതുകൊണ്ട് ഉറപ്പായിട്ട് സംശയം ഉണ്ടാവും. ഒന്ന് ചോദിക്കും, ഞാൻ പറയാം. സാറേ ഹലോ, രഞ്ജിത്താണ്. അപ്പൊ ഈ കൗൺസിലിംഗ് ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി, ബിഹേവിയർ തെറാപ്പി, മെമ്മറി ട്രെയിനിങ്, സൈക്യാട്രി, സൈക്കോതെറാപ്പി, ഇപ്പൊ ഇത് ഇൻക്ലൂഡ് ചെയ്താല് നമുക്ക് പെയ്ഡ് ആയിട്ട് കൊടുക്കേണ്ടില്ല? ഓക്കെ സാർ, നിങ്ങൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഞാനത് പറയട്ടെ. സാർ ചോദിച്ചതിന് കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോ സൈക്കോളജി, ബിഹേവിയർ തെറാപ്പി, കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു സബ്ജക്റ്റിന്റെ പേരാണ്. നിങ്ങൾ അതിനകത്ത് ഉള്ള നിങ്ങളുടെ മേഖല, കൗൺസിലിംഗിലെ ഏതെങ്കിലും ഒരു മേഖല, അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പിയിലെ ന്യൂ ട്രെൻഡ്, എന്താണ് അപ്ഡേറ്റ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ആ സ്പെസിഫിക് പോർഷനിലേക്ക് നിങ്ങൾ പോകണം. സ്പെസിഫിക് പോർഷനിലേക്ക് പോകണം. ഇതിപ്പോ 6 വിഷയാവല്ലേ? അപ്പൊ പെയ്ഡാണ്. അപ്പൊ പെയ്ഡ് ആവല് 6 വിഷയമാകുമ്പോ അപ്പൊ അത് പെയ്ഡ് ആവല്. സാർ പറഞ്ഞ 5 വിഷയം വരെ നമുക്കത് കാണാനാവില്ലെന്ന് ഞാൻ സാർ പറയുന്നത് എനിക്ക് മനസ്സിലായി. 5 വിഷയം എന്നുള്ളതല്ല, 5 വിഷയമൊന്നുമല്ല, എത്ര വിഷയം വേണോ നിങ്ങൾക്ക് ചോദിക്കാം. ആ വിഷയത്തിൽ 5 പേപ്പർ, 5 പേപ്പർ, 5 ഇതിപ്പോ ഉദാഹരണത്തിന് കൊഗ്നേറ്റീവ് തിയറി, ന്യൂ ട്രെൻഡ്സ് ഓഫ് ദ കൊഗ്നേറ്റീവ് തിയറി ഇൻ എഡ്യൂക്കേഷണൽ, എന്താ ഡിസേബിൾഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ ഉള്ള ഒരാണെങ്കിൽ ആ ഒരു വിഷയം കൊടുക്കുകയാണെങ്കിൽ അതില് 5 പേപ്പർ, അതിലെ 5 പേപ്പർ, ആ വിഷയം അല്ല, ഏതെങ്കിലും 5 വിഷയമല്ല, അതില് 5 പേപ്പറേ വരുള്ളൂ. അതിന് 10 പേപ്പറായിട്ട് നമ്മൾ കിട്ടണമെങ്കിലാണ് നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യം വരുന്നത്. നമുക്ക് 5 പേപ്പർ. എല്ലാത്തിനും 5 പേപ്പർ അല്ലേ? എന്തേ? എല്ലാത്തിനും 5 പേപ്പർ. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്തുള്ള 5 പേപ്പർ. ഓക്കെ, താങ്ക് യു. ഹലോ സർ, മലയാളം എങ്ങനെ സെലക്ട് ചെയ്തല്ലേ? മലയാളത്തില് സാർ, മലയാളത്തില് നമുക്ക് 2 ഭാഗം. നിങ്ങൾ ആദ്യം ഒന്ന് നമ്മള് ഞാൻ ഈ നമ്മളെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നോക്കുക എന്നതല്ല. നിങ്ങളൊരു AI വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പരിധി നോക്കണം. അങ്ങനെ പരിധി നോക്കുമ്പോൾ അതിനകത്ത് ലാംഗ്വേജ് കാണാം, ലാംഗ്വേജ് സെലക്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫുൾ ഡൗൺ മെനു വരും. താഴോട്ട് ഒന്നൊന്നായിട്ട് ഓരോ ഭാഷകൾ, ആദ്യം ഇംഗ്ലീഷ് ആൽഫബറ്റ് ഓർഡറിലായിരിക്കും. അപ്പൊ മലയാളം ഇങ്ങനെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണും. എമ്മിൽ മലയാളം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് മലയാളം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പല AI ആപ്ലിക്കേഷനിലും മലയാളം മലയാളം ലഭ്യമാവുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ typeset.io എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് മലയാളം 2 നമ്മള് ഒരു പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ 5 പേപ്പർ വരുന്നുണ്ടല്ലോ. 5 പേപ്പറിൽ നിന്ന് ഒന്ന് ക്ലിക്ക് നമ്മൾ ഇപ്പുറത്തെ ഒരു വശത്ത് പേപ്പറും അതിന്റെ കാര്യങ്ങളും, അടുത്ത കോളത്തില് അതിന്റെ മലയാളത്തിലുള്ള കണ്ടന്റ്. ഇംഗ്ലീഷിലും ആവാം, ഞാൻ പറഞ്ഞ മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്താണ് നമുക്ക് ഏറ്റവും ഇതാണ് എനിക്ക് ആവശ്യമുള്ളത് എന്നുള്ള നിലയിൽ നിങ്ങൾ ആ പേപ്പറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു ടാബിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ അടുത്ത ഒരു പേജ് ആയിട്ടായിരിക്കും അത് ഓപ്പൺ ആവുന്നത്. അപ്പൊ ആ പേജ് ഓപ്പൺ ആയി നോക്കുമ്പോഴും അവിടെയും നിങ്ങൾ അതിന്റെ ഒരു ഭാഗത്ത് ഇടതുവശത്ത് പേപ്പർ, വലതുവശത്ത് ഇതിന്റെ നിങ്ങൾ അതിനകത്ത് എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഇതിന്റെ സമ്മറി വേണോ, അതിന്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണോ വേണ്ടത്, അതിന്റെ ടെക്നിക്കൽ സൈഡുള്ള കാര്യമാണോ, അതിന് കുറച്ച് പ്രപ്പോസൽ, നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ചോദ്യങ്ങൾ, നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ അതുവരെ നമുക്ക് സഹായിച്ചു തരാണ്. നമ്മൾ ചോദ്യം തലമുറഞ്ഞ് ആലോചിച്ചൊരു ചോദ്യം ചോദിക്കാൻ തന്നെ പേടിയാ, പാടായിരിക്കും. അപ്പൊ ആ ചോദ്യം വരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ചോദ്യം ഇംഗ്ലീഷിലായിരിക്കും. ആ ചോദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഉത്തരം
വളരെ വിശദമായി നമുക്ക് മലയാളത്തിൽ കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം? ഇല്ല സാർ, ഇത് മനസ്സിലായി. മനസ്സിലായി സൈറ്റിന്റെ അനുവാദിനിയല്ലേ? ഒരിക്കൽ കൂടെ പറയാം. ടൈപ്പ് സെറ്റ് സ്പെല്ലിംഗ് TYPE ടൈപ്പ്. അടുത്ത് SET സെറ്റ്. TYPESET ടൈപ്പ് സെറ്റ് .io. ഓക്കെ സർ. ഇനി ഒന്നുകൂടെ ഒന്ന് പറയൂ. പറയാം കുഴപ്പമില്ല. TYPESET .io. ഓക്കെ. ഇനി ഈ ടൈപ്പ് സെറ്റ് .ioയില് മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത പേപ്പർ ഇതിനകത്ത് തന്നെ ചാറ്റ് വിത്ത് PDF എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട്. ആ ചാറ്റ് വിത്ത് PDF കൊടുത്താൽ ഈ കാണുന്നില്ലേ, ഈ ചാറ്റ് വിത്ത് PDF കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ ആധികാരികമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? സാറേ, ഒരു ചെറിയ സംശയമുണ്ട്. അനുവാദിനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണോ ഇത്? അനുവാദിനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിക്കൂ. അതാണോ ഇത്? ഈ ടൈപ്പ് സെറ്റും അങ്ങനെ വരുന്നതാണോ സാർ? അനുവാദിനി വേറൊരു ആപ്ലിക്കേഷൻ ആണ്. അനുവാദിനിയുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് പോസ്റ്ററുകള് അതുപോലുള്ള ഡോക്യുമെന്റ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് അനുവാദിനി ഉപയോഗിക്കുന്നത്. മനസ്സിലായി. ഓക്കെ, മനസ്സിലായില്ല. ടൈപ്പ് സെറ്റ് ഗവേഷണ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് പുതിയ ആപ്ലിക്കേഷൻ ആണോ? ഇത് പുതിയ ആപ്ലിക്കേഷൻ ആണ്. അപ്പോ നമുക്ക് ഇപ്പോ 8:56 ഇനി വേറൊരു പോർഷൻ എടുക്കാനുള്ള ഒരു സമയമില്ല. അപ്പോ നമുക്കിനി എന്താ ഇത് ഈ രണ്ട് കാര്യത്തില് ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഈ രണ്ട് കാര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടുതൽ ചോദിക്കാം. ഇത് കമ്പ്യൂട്ടറിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈൽ ഫോണിലും ട്രൈ ചെയ്ത് നോക്കുക. മൊബൈൽ ഫോണില് ക്രോമില് ചെയ്ത് നോക്കുക. മൊബൈൽ ഫോണിന്റെ ക്രോമില്ലേ, അതില് ചെയ്ത് നോക്കുക. മൊബൈൽ ഫോണിന്റെ ക്രോമില്ലേ, ക്രോം അതിലും നമുക്ക് കിട്ടും. ഇത്രയും കംഫർട്ടബിൾ ആയ രീതിയിൽ ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് പറ്റും. ക്രോം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലില് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സാധനമാണ് ക്രോമിന്റെ അഡ്രസ് ബാറില് നിങ്ങള് ഇതിന്റെ ടൈപ്പ് സെറ്റ് .ioയും അല്ലെങ്കിൽ അനുവാദിനിയുടെയും വെബ്സൈറ്റ് അഡ്രസ് അടിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ. അപ്പൊ സാർ മൈക്രോസോഫ്റ്റ് വേണമെന്നില്ല അല്ലെ? മൈക്രോസോഫ്റ്റ് വേണമെന്നില്ല. മൈക്രോസോഫ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിലും ചെയ്യാം. മൈക്രോസോഫ്റ്റിന്റെ എഡ്ജിലും ചെയ്യാം. എഡ്ജ് ആയാലും കുഴപ്പമില്ല, എല്ലാം ഒന്നുപോലെ തന്നെ. അതിനകത്ത് പ്രശ്നമില്ല. മൈക്രോസോഫ്റ്റ് എഡ്ജിൽ മാത്രം കിട്ടുന്ന നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ഈ കോപൈലറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ബിങ് അതൊക്കെ കിട്ടാനാണ് എഡ്ജ് തന്നെ മൈക്രോസോഫ്റ്റിന്റെ എഡ്ജ് തന്നെ വേണമെന്ന് പറഞ്ഞത്. ബാക്കി എല്ലാത്തിനും എല്ലാ ആപ്ലിക്കേഷനും കിട്ടും. ക്രോമിൽ കിട്ടുന്ന എല്ലാം എഡ്ജിലും ചെയ്യാം, എഡ്ജിൽ കിട്ടുന്ന എല്ലാം ക്രോമിലും ചെയ്യാം. മൈക്രോസോഫ്റ്റിന്റെ സ്വന്തം സാധനമാണ് ഈ കോപൈലറ്റ് ബിങ്ങും. അത് രണ്ടും
എഡ്ജിന് മാത്രമേ കിട്ടുള്ളൂ എന്നേ ഉള്ളൂ. എഡ്ജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, എഡ്ജ് എന്ന് പറയുന്ന അവരുടെ ഇതിന്റെ ക്രോമിന് ഇക്വലന്റ് ആയിട്ടുള്ള അവരുടെ ആപ്ലിക്കേഷനെ ഒരു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവരങ്ങനെ വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ. ഇനി അൻഷിത ആർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു. അൻഷിത എന്താണ് ചോദിക്കുന്നത്? ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു. നാരായണൻ നാരായണൻ നമ്പൂതിരി ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു. നാരായണൻ നമ്പൂതിരി സാർ എന്താണ് ചോദിക്കാനുള്ളത്? ഞാൻ ചോദിച്ചതാ സാർ. ചോദിച്ചതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ, അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടോ? നമുക്കിനി അടുത്തൊരു ഒരു പോർഷൻ എടുക്കാനുള്ള സമയക്കുറവുണ്ട്. മണി ഇപ്പോ 8:59 അടുത്ത ക്ലാസ്സിൽ. ഓക്കെ 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 സാർ. ഓക്കെ ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഗ്രൂപ്പില്, നമ്മുടെ ട്രെയിനിങ് ഗ്രൂപ്പിലുള്ള ആൾക്കാര് സംശയം ചോദിക്കാതെ അവർക്ക് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഈ 2 മാസത്തെ ഒരു കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഒരു സൂചന കൊടുത്താൽ മതി, കാര്യങ്ങൾ അവർ ചെയ്തു പോകും. എന്നാൽ നന്ദി സാറേ. അപ്പോ നമുക്ക് ഇന്ന് നമ്മുടെ NSSലുള്ള ആരെങ്കിലും ഒരു നന്ദി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സാർ 2 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞത് സാറ് നടത്തുന്ന കോഴ്സാണോ? ഞാൻ ഇവിടെ നടത്തുന്ന കോഴ്സ് തന്നെയാണ്. അതിന് നമുക്ക് ചേരാൻ പറ്റുമോ സാർ? തീർച്ചയായിട്ടും പറ്റും. ഞാൻ അടുത്ത ക്ലാസ് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ. ഓൺലൈൻ കോഴ്സാണോ? ഓൺലൈൻ കോഴ്സാണ്. ഓൺലൈൻ കോഴ്സാണ്. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? അപ്പൊ ചെയ്തു നോക്കിയാലാണ് സംശയങ്ങൾ വരാം. ശരി, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിന് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. അന്ന് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ആരെങ്കിലും നന്ദി പറയുന്നുണ്ടോ? ഓക്കെ സർ, താങ്ക് യു. NSSലുള്ള ആരെങ്കിലും ഒന്ന് നന്ദി പറയണം. ഞാൻ പറയാം, പറഞ്ഞാൽ മതിയോ? മതി പറയൂ സാർ. വേറെ ആരും പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം. പറയൂ സാർ. ഞങ്ങളുടെ പ്രത്യേക അഭീഷ്ടപ്രകാരം, താല്പര്യപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി, വളരെ തിരക്കായ ഷെഡ്യൂളിനിടയിലും സമയം കണ്ടെത്തി വൈകിട്ട് പ്രത്യേകിച്ചും കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട, സുഹൃത്തുക്കളോടൊപ്പമോ ചെലവഴിക്കേണ്ട വിലയേറിയ സമയം നമുക്ക് വേണ്ടി, നമ്മുടെ അഭ്യർത്ഥന പ്രകാരം നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ തയ്യാറായ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. NSSന്റെ പേരിലും ഞങ്ങൾ പാർട്ടിസിപ്പൻസിന്റെ പേരിലും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ NSSലെ ഒരു സ്റ്റുഡന്റ് ആണ്. ഞാൻ അവിടെ സൈക്കോളജി കൗൺസിലിംഗ് ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഓൺ ബിഹാഫ് ഓഫ് NSS as well as on behalf of my friends and colleagues, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നന്ദി പറയേണ്ടത് നമ്മളെ കൂടെ ഉള്ളവർക്ക് നന്ദി പറയുകയാണ് ഏറ്റവും പ്രധാനം. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പഠിതാക്കൾക്കും, ഇത് ഓർഗനൈസ് ചെയ്യുന്ന CBCP നമ്മുടെ സാറിനും ഡിപ്പാർട്ട്മെന്റിനും എല്ലാവർക്കും, നമ്മുടെ പങ്കജേഷൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ട്. അതെ, ഫിറോസ് സാറിന് പ്രത്യേകം നന്ദി. അത് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഞങ്ങൾ അവിടെ തന്നെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് എപ്പോഴും അദ്ദേഹത്തോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. സാറിനോടുള്ള നന്ദിയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ. ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു സാർ.